ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ടീച്ചർ റിവ്യൂലേക്ക്. സോ നമ്മൾ ടീച്ചർ പറയാൻ വേണ്ടി പോകുന്ന ഉണ്ണിമോഹൻ്റെ ഏറ്റവും പുതിയ സിനിമ ജയ ഗണേഷ് എന്ന് പറയുന്ന മൂവി ടീച്ചർ കഴിഞ്ഞ റിലീസായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ജയ ഗണേഷ് പറയുമ്പോൾ ഇതിൻ്റെ രഞ്ജിത് ശങ്കറാണ് തിരക്കഥ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ടീച്ചറിൽ കാണിച്ചിട്ടുള്ള 3 വ്യക്തികളാണ് കാണിച്ചിട്ടുള്ളത്. മഹിമ മഹിമ അശോകൻ തുടങ്ങിയൊക്കെയാണ് 3 വ്യക്തികളെ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് എന്താണ് ജയ ഗണേഷ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യം നമുക്ക് എന്തായാലും കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു അനിമേഷൻ ശക്തി അല്ലെങ്കിൽ ഒരു ശക്തി കിട്ടുന്നതാണ് കഥയെ യൂസ് ചെയ്ത് ഉപയോഗിച്ചുള്ള ഒരു ജയ ഗണേഷിൻ്റെ കഥയാണ് പറഞ്ഞിട്ട് പോകുന്നത്. ഒരു സിദ്ധക്കോളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്തുള്ള ടീച്ചർ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അത് എടുത്തിട്ടുള്ള ബിൽഡപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അതിലോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന വോയിസ് ഓവർ ആണെങ്കിൽ പോലും നല്ല രസമായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് തുടക്കം തന്നെ നമ്മുടെ മഹിമയാണ് കാണിച്ചുള്ള ഒരു ബുക്ക് വായിക്കുന്ന ഭാഗമായി കാണിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് ഉണ്ണിമോഹനെ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഉണ്ണിമോഹൻ്റെ എന്താ പറയുക ചലനശേഷി നഷ്ടപ്പെടുന്ന ഭാഗം പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് പോകുന്ന അക്ഷരം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അരികിലേക്ക് എത്തുന്ന കുളത്തിൽ ചാടുമ്പോൾ എന്താ ജയ ഗണേശൻ്റെ ശക്തി അല്ലെങ്കിൽ സിദ്ധകുളത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ശക്തി കിട്ടുന്നതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിയിൽ നമ്മുടെ മിന്നലടിച്ചപ്പോൾ ഉള്ള ശക്തി പോലെ തന്നെ കുളത്തിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു ശക്തി കിട്ടുന്നു. പിന്നീട് ജയ ഗണേഷിൻ്റെ അവസാനം ഒരു പുതിയൊരു ജയ ഗണേഷ് തുടക്കമായിട്ടാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് ട്രെയിലർ കണ്ടാൽ തന്നെ കുറച്ചുകൂടി നമ്മൾ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. എന്തായാലും ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടിയത്. പക്ഷേ ഈ അവധിക്കാലത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളതും വലിയൊരു വിജയമാവാൻ ചാൻസും ജയ ഗണേഷിന് ഉള്ള ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ടീച്ചർ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു പോസിറ്റീവ് വൈബും കാണാൻ പ്രേരണയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ 11 മറ്റൊരുപാട് ചക്ര റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിടിച്ചെന്ന് ഒരു ഇടിച്ച് നടിയുള്ള വിജയം കാണാൻ സാധിച്ചാൽ ഉണ്ണിമോഹൻ കേരളത്തിൻ്റെ മറ്റൊരു വിജയമാവാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. എന്തായാലും എനിക്ക് ഇത്രയ്ക്കാണ് സംസാരിക്കാനുള്ളൂ ഈ മൂവിയെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ടീച്ചറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.